ജമ്മുകശ്മീരിൽ ശുദ്ധികലശം തുടർന്ന് കേന്ദ്ര സർക്കാർ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ ആയുധമെടുത്ത മുഴുവൻ ഇസ്ലാമിക ഭീകരവാദികളെയും അഴിക്കുള്ളിലാക്കാൻ പ്രത്യേക അന്വേഷണം ഊർജിതമാക്കി. കശ്മീരി പണ്ഡിറ്റുകളുടെ കൂട്ടക്കുരുതിയിൽ പുനരന്വേഷണം ആരംഭിച്ചതോടെ ഭീകരതയുടെ അവസാനത്തെ കണ്ണിയും മുറിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം. വിശദാംശങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ജമ്മുകശ്മീരിൽ ശുദ്ധകലശം തുടർന്ന് കേന്ദ്ര സർക്കാർ നീങ്ങുമ്പോൾ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ ആയുധമെടുത്ത മുഴുവൻ ഭീകരവാദികളെയും അഴിക്കുള്ളിലാക്കാൻ തന്നെയാണോ അന്വേഷണം ഊർജിതമാക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നത്? രോഹിണി, ഇസ്ലാമിക തീവ്രവാദികളുടെ തിട്ടൂര പ്രകാരം അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് അവരെ കശ്മീരി പണ്ഡിറ്റുകളെ ഭീഷണിപ്പെടുത്തിയും കൊലപ്പെടുത്തിയും അവർ നടത്തിയ വേട്ടയാടൽ, ആ വേട്ടയാടൽക്ക് കാലം കണക്ക് ചോദിക്കുകയാണ്. 30-35 വർഷങ്ങൾക്ക് ശേഷം ഈ നടന്ന കൊലപാതക പരമ്പരകളുടെ അന്വേഷണത്തിലേക്ക് പ്രത്യേക ഏജൻസി കടന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇതിനായി പ്രത്യേക ഏജൻസിയെ നിയോഗിച്ചിരുന്നു. ആ ഏജൻസി ഇപ്പോൾ ഈ കൊലപാതകങ്ങൾ ഓരോന്നായി അന്വേഷിച്ചു വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനം സരള ഭട്ടിൻ്റെ കൊലപാതകമാണ്. സരള ഭട്ട് ഒരു കശ്മീരി പണ്ഡിറ്റായിട്ടുള്ള അവിടുത്തെ ഗവൺമെൻറ് നേഴ്സായിരുന്നു. അവരോട് ജോലി രാജിവെച്ച് നാട് വിടണമെന്നുള്ള ആവശ്യം ഇത്തരം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അവരതിന് കൂട്ടാക്കിയില്ല. അതിന് പ്രതികാരമായി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചെയ്തത് ഇവരെ ഹോസ്റ്റലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കി ഒടുവിൽ അവരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊല ചെയ്ത ശേഷം അവരെ തെരുവിൽ ഉപേക്ഷിച്ചു. അങ്ങനെ നിരവധി കൊലപാതകങ്ങൾ. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട യാസിൻ മാലിക് എന്നുള്ള ഒരു ഭീകരവാദിയെ ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇയാളുടെ വീട്ടിലടക്കം പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു. മാത്രമല്ല, മഖ്ബൂൽ ഭട്ട് എന്നുള്ള ഒരു ഇസ്ലാമിക ഭീകരവാദിയെ തൂക്കിക്കൊല്ലുവാൻ വിധിച്ച നീലഗഡ്ഡ ഗഞ്ചു എന്നുള്ള ഒരു ജഡ്ജ്, അദ്ദേഹം വിരമിച്ച ശേഷം അദ്ദേഹത്തെ 1989 നവംബർ 4-നാണ് ശ്രീനഗറിൽ വെച്ച് പട്ടാപ്പകൽ അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലുന്നത്. ഈ കേസിലും യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ല എന്ന് പറഞ്ഞ് കശ്മീർ പോലീസ് ഈ കേസ് അവസാനിപ്പിച്ചതാണ്. ഇപ്പോൾ ഈ കേസിലും പ്രധാനമായും ഇപ്പോൾ അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ BJP നേതാവ് ടിക്കാലാൽ തപ്ലുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ഈ കേസിലും യാതൊരുവിധ തെളിവുകളുമില്ല, പ്രതികൾ ആരെന്ന് പോലും അറിഞ്ഞുകൂടാ എന്നായിരുന്നു കശ്മീർ പോലീസ് FIR-ൽ എഴുതി വെച്ചിരുന്നത്. എന്നാൽ ഇതിന് വ്യക്തമായ തെളിവുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് JKLF നേതാവ് പീർ നൂർ എന്നുള്ള ആളെ ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇയാളുടെ വീട്ടിലടക്കം പരിശോധന നടത്തുകയും ചെയ്തു. ഒപ്പം തന്നെ കശ്മീരി പണ്ഡിറ്റുകളെ ഏതാണ്ട് 20-ലധികം കശ്മീരി പണ്ഡിറ്റുകളെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തുന്നുണ്ട്. 1998-ലാണ് ഈ സംഭവം ഉണ്ടായത്. ശ്രീനഗറിൽ നിന്നും 20 കിലോമീറ്റർ അകലെയുള്ള ഗാണ്ടർബാൽ ഗ്രാമത്തിൽ വെച്ചായിരുന്നു കൊലപാതകം നടത്തിയത്. ആ കൊലപാതകത്തിൽ ഏതാണ്ട് 20-ലധികം കശ്മീരി പണ്ഡിറ്റുകളെയാണ് കൊലപ്പെടുത്തിയത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവരെ ചുട്ടുകൊല്ലുകയായിരുന്നു. ഇതിനും യാതൊരുവിധ തെളിവുകളും ഇല്ല എന്നുള്ളതായിരുന്നു പോലീസ് ചൂണ്ടിക്കാട്ടിയത്. ഈ വിഷയത്തിലും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തുകൊണ്ട് പ്രതികളുടെ അറസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ ബിട്ട കരാട്ടെ എന്നുള്ള ഫാറൂഖ് അഹമ്മദ് ധാർ, ഇയാളെ കാശ്മീരിലെ കൊലപാതകി എന്നായിരുന്നു അറിയപ്പെടുന്നത്, കശ്മീരിലെ ഘാതകൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇയാൾ ഏതാണ്ട് 40-ലധികം കശ്മീരി പണ്ഡിറ്റുകളെ കൊല ചെയ്തു എന്നുള്ളതാണ് പോലീസിന് വ്യക്തമായിരുന്നത്. എന്നാൽ യാതൊരുവിധ തെളിവുകളും ഇയാൾക്കെതിരെ ഇല്ല എന്നുള്ളത് ആയിരുന്നു പോലീസ് ചൂണ്ടിക്കാണിച്ചത്. ഒരു ഘട്ടത്തിൽ ഇയാളെ മറ്റ് തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസിൽ BSF അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇയാളെ കോടതി 16 വർഷം ജയിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജയിൽ മോചിതനായി ഇയാൾ തിരിച്ചെത്തിയപ്പോൾ ഇയാൾ വലിയ ജനകീയ നേതാവ് എന്നുള്ള ഒരു പരിവേഷം പൂണ്ട് വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. മാത്രമല്ല, ഇയാളുടെ ഭാര്യയ്ക്കടക്കം തീവ്രവാദ ബന്ധമുണ്ട് എന്നുള്ളത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. പോലീസും ഇതുമായി ബന്ധപ്പെട്ട് ചില നടപടികൾ നടത്തിയിരുന്നു. ഇയാളുടെ ഭാര്യയടക്കം ഈ തീവ്രവാദികളുടെ പലരുടെയും ഭാര്യമാരെ ഇത്തരത്തിൽ ജമ്മു കാശ്മീരിലെ സർക്കാർ സർവീസുകളിലേക്ക് നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിലൊക്കെ തന്നെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ ഏജൻസി ഇത് ഏറ്റെടുത്തുകൊണ്ട് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ 30-35 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതക പരമ്പരകൾ, അതിൽ തെളിവില്ല എന്ന്
പറഞ്ഞ് കശ്മീർ പോലീസ് അവസാനിപ്പിച്ച കേസുകളൊക്കെ തന്നെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം റീഓപ്പൺ ചെയ്ത് അന്വേഷണ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ വളരെ വ്യക്തമാണ്. കശ്മീരി പണ്ഡിറ്റുകൾ അവരെ പിറന്ന നാട്ടിലേക്ക് അവരെ തിരികെ കൊണ്ടുവരണമെന്ന് മാത്രമല്ല, അവരോട് കാണിച്ച അനീതിക്ക് മുഴുവൻ ഇത്തരം ഇസ്ലാമിക തീവ്രവാദികളെ കൊണ്ട് മറുപടി പറയിക്കണം, അല്ലെങ്കിൽ അതിന് കാരണക്കാരായവരെ അഴിക്കുള്ളിലാക്കണമെന്നുള്ള ശക്തമായ നിലപാടാണ് ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ കേസുകൾ റീഓപ്പൺ ചെയ്തുകൊണ്ട് അന്വേഷണത്തിലേക്ക് കടക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെ അടക്കം പിടികൂടുവാൻ വേണ്ടി സാധിക്കുന്നതും. മാത്രമല്ല, ഇത്തരം കേസുകളിൽ ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണ സംഘത്തെ സഹായിക്കുവാൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായി ഇത്തരത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നമ്പർ അടക്കം പരസ്യമായി പലയിടങ്ങളിലും പതിച്ചിട്ടുണ്ട്. ഈ നമ്പറുകളിലേക്ക് ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് വിവരമറിയിക്കാം. അവരുടെ പേര് വിവരങ്ങളടക്കം മുഴുവൻ രേഖകളും അല്ലെങ്കിൽ മുഴുവൻ വിവരങ്ങളും സുരക്ഷിതമാണ് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ചില ആളുകൾ കൂടി തെളിവുകൾ നൽകി തുടങ്ങിയതോടുകൂടി ഈ കശ്മീർ താഴ്വരയിൽ കശ്മീരി പണ്ഡിറ്റുകളെ ആക്രമിച്ച മുഴുവൻ ഭീകരവാദികളെയും അവരിന്ന് ജീവനോടുണ്ടെങ്കിൽ അവരെ പിടികൂടി അവരെ വിചാരണ നടപടികൾ നടത്തി അഴിക്കുള്ളിലാക്കുവാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നു. രോഹിണി. ശരി നന്ദൻ. ജമ്മു കശ്മീരിൽ ശുദ്ധികലശം തുടർന്ന കേന്ദ്ര സർക്കാർ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ ആയുധമെടുത്ത മുഴുവൻ ഇസ്ലാമിക ഭീകരവാദികളെയും അഴിക്കുള്ളിലാക്കാൻ പ്രത്യേക അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.